പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കലികുമല എന്ന പട്ടണത്തിനടുത്തുള്ള വെട്ടുവൻ കോവിലിനടുത്താണ്. ഇവിടെ പാണ്ഡ്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമാണുള്ളത്. ഈ ഒരു അത്ഭുതകരമായ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. തിരുനെൽവേലിയിൽ നിന്ന് 60 കിലോമീറ്റർ വടക്കും കോവിൽപ്പട്ടിയിൽ നിന്ന് 20 കിലോമീറ്റർ പടിഞ്ഞാറുമായാണ് കലികുമല സ്ഥിതി ചെയ്യുന്നത്. കഴുതയുടെ കുന്ന് എന്നതിന്റെ തമിഴ് ഭാഷയാണ് കലികുമല. കഴുകുമല എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് മുമ്പ് അരൈമല അല്ലെങ്കിൽ തിരുമല എന്നും നെച്ചൂരം, തിരുനെക്കൂരം എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യൻ രാജാവായ നെടുഞ്ചതയന്റെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാൻ ആരംഭിച്ചത്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത അതിമനോഹരങ്ങളായ കൊത്തുപണികൾ ഉണ്ടെങ്കിലും ഈ ക്ഷേത്രം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വെട്ടുവൻ കോവിലിന്റെ പ്രത്യേകത. മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴുമായി 2 സമയങ്ങളിലാണ് വീഡിയോ എടുക്കാനായത്. ഭയങ്കരമായ കാറ്റായതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. ദ്രവീഡിയൻ വാസ്തുവിദ്യ കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും ശ്രദ്ധേയമാണ് പാറയിൽ കൊത്തിയെടുത്ത ഈ ക്ഷേത്രം. ആദ്യകാല പാണ്ഡ്യൻ ഭരണാധികാരികൾ നിരവധി ശിലാക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നെങ്കിലും കുന്നിൻ മുകളിൽ നിന്ന് ത്രിമാന രീതിയിൽ കൊത്തിയെടുത്ത പാണ്ഡ്യ കാലഘട്ടത്തിലെ ഏക ശിലാക്ഷേത്രത്തിന്റെ അറിയപ്പെടുന്ന ഒരേയൊരു ഉദാഹരണമാണിത്. ഏഴര മീറ്റർ, അതായത് 2 നില കെട്ടിടത്തിനേക്കാളും ഉയരത്തിൽ മുകളിൽ നിന്ന് താഴേക്കായാണ് ഈ ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതിലെ ശില്പശൈലി മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹകളിലെ കൊത്തുപണികളുമായി സാമ്യമുള്ളതിനാൽ ദക്ഷിണേന്ത്യയിലെ എല്ലോറ എന്നും ഈ ഗുഹാക്ഷേത്രത്തെ പറയുന്നുണ്ട്. കരിക്കൽ പാറ ഒരു വിരിയുന്ന താമര പോലെ കാണപ്പെടും വിധമാണ് ഇതിന്റെ നിർമ്മാണം. 3 വശങ്ങളിലുമായി പല വിധത്തിലുള്ള 122 ശില്പങ്ങളാണുള്ളത്.
ദക്ഷിണാമൂർത്തി മൃദംഗം വായിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരേയൊരു സ്ഥലമാണിതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. മറ്റെല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം വീണ വായിക്കുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ശ്രീകോവിലിനു മീതെയുള്ള മേൽത്തട്ടിൽ പാർശ്വ ദേവതകൾ, ഗണങ്ങൾ പോലെയുള്ള ശിവദേവതകൾ, ശിവപത്നി ഉമ, നർത്തകർ, നന്ദി, കുരങ്ങുകളുടെയും സിംഹങ്ങളുടെയും ഒക്കെ കൊത്തുപണികൾ ഇവിടെ കാണാം. കാലപ്പഴക്കം കാരണം ചില കേടുപാടുകൾ ഇവയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. ചരിത്രത്തിന് പലപ്പോഴും തീരാ നഷ്ടത്തിന്റെയും അതീവ ദുഃഖത്തിന്റെയും കഥകളായിരിക്കും നമ്മോട് പറയാനുണ്ടായിരിക്കുക. അങ്ങനെ ഒരു കഥയാണ് ഈ ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നതെന്നാണ് ഇവിടത്തെ പ്രദേശവാസികളുടെ ഐതിഹ്യം. ഈ പാറയുടെ മുകളിലായി ശില്പി ക്ഷേത്രം പണിതുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അച്ഛനറിയാതെ താഴെയുള്ള പാറയിൽ ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത വിധത്തിൽ പാറ തുരന്ന് താഴേക്ക് ക്ഷേത്ര നിർമ്മാണം നടത്തി. ഇത് ശ്രദ്ധിച്ച പ്രദേശവാസികൾ ഈ ക്ഷേത്രം കാണുകയും അച്ഛനേക്കാൾ നന്നായി ക്ഷേത്രം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു പരത്തുകയും ചെയ്തു. ഇതറിഞ്ഞ അച്ഛൻ ശില്പിക്ക് ദേഷ്യം വർദ്ധിക്കുകയും മകൻ പണിത ക്ഷേത്രത്തിന്റെ ഭംഗി കണ്ട് അസൂയ മൂത്ത് അച്ഛൻ മകനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നുമാണ് കഥ. നമ്മുടെ പെരുന്തച്ഛൻ മോഡൽ കഥയാണിത്. മറ്റൊരു കഥയും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ പാറയുടെ മുകളിൽ ജൈനന്മാരുടെ മഠമുണ്ടായിരുന്നു. ജൈനന്മാർ അറിയാതെ കുറെ സന്യാസികൾ ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങി. പാറയിൽ നിന്നുമുള്ള ശബ്ദം ശ്രദ്ധിച്ച ജൈനന്മാർ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് കാണുകയും അവരെ കൊല്ലുകയും ചെയ്തുവെന്നുമാണ് കഥ. എന്തായാലും ഈ ക്ഷേത്രം പണിതീരാതെ കിടക്കുന്നത് നമുക്കുണ്ടായ വലിയ നഷ്ടം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വിഘ്നേശ്വര പ്രതിഷ്ഠയാണുള്ളത്. തമിഴ്നാട് പുരാവസ്തു വകുപ്പാണ് ഇപ്പോൾ വെട്ടുവൻ കോവിൽ ഒരു സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനമുള്ളത്. പ്രവേശനം സൗജന്യമാണ്.